എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ഇടുകയാണ്. എണ്ണ നല്ല ചൂടായിട്ടുള്ളത് കൊണ്ട് തന്നെ കടുക് നല്ല പെട്ടെന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിനകത്ത് ചേർക്കുക. പച്ചവെള്ളത്തിൻ്റെ ഈർപ്പമുള്ളതുകൊണ്ട് ഈ സൗണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി കറിവേപ്പില ഇടാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർക്കാം. ഞാൻ ഉള്ളി ശകലം ചൂടായതിന് ശേഷം മാത്രമേ പച്ചമുളക് ചേർക്കാറ്. നന്നായിട്ട് വഴണ്ട് വരണം. ഉള്ളി വഴങ്ങുന്ന ടൈമിന് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഉള്ളി ഇതിനാവശ്യമായിട്ട് വഴങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ മുട്ടക്കറി വെക്കുന്ന പോലെ അങ്ങ് ബ്രൗൺ ആവണ്ട. ഇതിലാവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം വരുന്നവരെ മാറുന്നവരെ നമ്മളിത് വഴറ്റണം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് നിങ്ങൾ എരിവ് അനുസരിച്ച് മുളക് പൊടി ഇടാം. അത് മതി. മുളക് പൊടി ആവശ്യത്തിന് ആ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇടുക. അതും ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ആ പച്ചമണം മാറുന്നവരെ. ഇതിലേക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് എരിവനുസരിച്ച് ചെയ്യാം. നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്. ഇനി അടുത്തത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കുക. തക്കാളി മൂടി വെച്ച് വേവിച്ചെടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം തക്കാളി വരണ്ട് വന്നിട്ടുണ്ട്. ഗരം മസാല ഇട്ടു. അതിനുശേഷം നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിരിക്കുന്നതിനെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മുട്ട നല്ല ചിക്കി കൊടുക്കണം. നമ്മൾ തോരത്തിന് ചിക്കി എടുക്കുന്നില്ലേ, അതേപോലെ ചിക്കി എടുക്കണം. ചപ്പാത്തിയുടെ കഴിക്കാൻ ഏറ്റവും നല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. നിങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പം മുട്ട ചിക്കി ചെയ്ത് റെഡിയായിട്ടുണ്ട്. മുട്ട ചിക്കി ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചുടാം. ചപ്പാത്തി ചുട്ട് അതിൻ്റെ കൂടെ കഴിക്കാനും ഇത് ചോറിനോട് കഴിക്കാനും സൂപ്പറായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ദ വാച്ചിങ്. ബൈ.